ജനുവരി 7-ന് രാത്രി 11 മണിയോടെയായിരുന്നു പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായ അജയ് ഹെൻറി സഞ്ചരിച്ച കാർ കൊല്ലം മാടനടയിൽ വെച്ച് അപകടത്തിൽപ്പെട്ടത്. ഉടൻ തന്നെ നാട്ടുകാർ അജയനെ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. എന്നാൽ ഗുരുതരമായി പരിക്കേറ്റ അജയനെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും അരമണിക്കൂർ നേരം ആരും തിരിഞ്ഞു നോക്കിയില്ല. അരമണിക്കൂറിന് ശേഷം എത്തിയ ഡോക്ടർ അജയിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. എന്നാൽ മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന വഴിയിൽ രക്തം ഛർദ്ദിച്ചതിനെ തുടർന്ന് വഴിമധ്യേ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പ്രാഥമിക ചികിത്സ പോലും നൽകാതെ കുട്ടിയെ അരമണിക്കൂറോളം ജില്ലാ ആശുപത്രിയിൽ കിടത്തിയതാണ് മരണത്തിനിടയാക്കിയതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. 50 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഇനി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ ആരോ വന്ന് പറഞ്ഞത്. ആ ഡ്യൂട്ടി ഡോക്ടർ ഒരു അറ്റൻഡർ എങ്ങാണ്ടാണ് ഒന്ന് നോക്ക് പോലും ചെയ്തത്. ആംബുലൻസ് പോലും ഇവർ അറേഞ്ച് ചെയ്ത് കൊടുത്തില്ല. കുട്ടികൾ തന്നെ പുറത്തിറങ്ങി ആംബുലൻസ് വിളിച്ചുകൊണ്ട് വന്ന് പോകുന്ന വഴിക്ക് വെച്ച് ചോര ഛർദ്ദിച്ചു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് പ്രാഥമിക ചികിത്സ കൊടുത്തില്ല? അതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ 1 മണിക്കൂർ അവർ എന്ത് ചെയ്യുകയായിരുന്നു? ഇത്രയും ക്രിട്ടിക്കലുള്ള ഒരാളിനെ കൊല്ലം മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്യുമ്പോൾ വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്ന അവർക്ക് ഉറപ്പല്ലേ? എന്നിട്ടും എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു? കുറ്റക്കാരായ ഡോക്ടർക്കും ആശുപത്രി ജീവനക്കാർക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പെരുമൺ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. തുടർന്ന് പ്രതിഷേധക്കാരുമായി ഡെപ്യൂട്ടി DMO ബാബു ചർച്ച നടത്തി. സംഭവത്തെക്കുറിച്ച് DMO തലത്തിലുള്ള അന്വേഷണം ഉണ്ടാകുന്ന ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിക്കുകയായിരുന്നു. മീഡിയ 1 കൊല്ലം.